സമാധാനത്തിന്റെ ഈ സന്ദേശം ഇന്ന് ഈ ശബ്ദസീമയിൽ ശ്രമിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകളെയും നിറയ്ക്കട്ടെ എന്ന് ഞങ്ങൾ ഹൃദയപൂർവ്വം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. വരുന്ന നിമിഷം പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ നിങ്ങളുടെ ശ്രദ്ധ ഈ മീഡിയത്തിലേക്ക് പകരണമേ എന്ന് ഞങ്ങൾ ഓർപ്പിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹത്തിനും മാറ്റത്തിനും കാരണമായി തീരും എന്ന് ഞങ്ങൾ ഉറപ്പോടെ വിശ്വസിക്കുന്നു. ഈ ദേശത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈ ദേശത്ത് ക്രിസ്തുവിന്റെ സമാധാനം വാഴട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അങ്ങയുടെ സമാധാനം, ക്രിസ്തുവിന്റെ സമാധാനം ഈ ദേശത്ത് നിറയപ്പെടട്ടെ. ഈ വരുന്ന സന്ദേശം മുൻവിധികളില്ലാതെ നിങ്ങൾക്ക് തുറന്ന മനസ്സോടെ കേൾക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സന്ദേശത്തിനായി കർത്താവിദാസൻ മനുവോദരയെ ക്ഷണിച്ചുകൊള്ളു. ദൂരസഞ്ചാരത്തും വഴിയോരങ്ങളിലും വഴിവീഥികളിലും ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രവിക്കുന്ന മാന്യരും ബഹുമാന്യരുമായ എല്ലാ ശ്രോതാക്കൾക്കും ഞങ്ങളെ ക്രൈസ്തവ അഭിവാദനങ്ങളെ അറിയിക്കുകയാണ്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്നുള്ള വാക്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മളെല്ലാം ഉയർച്ചയുടെ പാന്താവിലേക്ക് കാലുവെച്ച് ഉയർച്ച 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 എന്നുള്ള ചിന്താഗതികളോടെ ഓരോ നിമിഷവും അനുദിനം നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ കെട്ടിപ്പടുക്കുന്നവരും അതിനുവേണ്ടി പ്രയത്നിക്കുന്നവരുമാണ് നമ്മളെല്ലാവരും. ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന ഈ കൊച്ചു കേരളത്തെ സാംസ്കാരിക, സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിന്നുകൊണ്ട് ഉയർച്ചയുടെ പാന്താവിലേക്ക് പിടിച്ചു കയറ്റുവാൻ ശ്രേഷ്ഠന്മാരായ ഗുരുക്കന്മാരും ശ്രേഷ്ഠന്മാരായ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഒരുമിച്ച് നിന്നതിന്റെ ഫലമായി നമ്മുടെ ഈ കൊച്ചു കേരളം ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന് വെളിച്ചം വീശിയ ഉയർച്ചയുടെ കാലഘട്ടത്തിലേക്ക് എത്തിയോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായും എത്തിയിരുന്നു. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മനുഷ്യനോട് മനുഷ്യനെ വെച്ച്, മൃഗത്തോട് മനുഷ്യനെ വെച്ച് ഒഴിവിച്ചിരുന്നൊരു കാലഘട്ടം, വിദ്യാഭ്യാസം ചെയ്യുവാൻ അർഹതയില്ലാത്തൊരു കാലഘട്ടം, വഴി നടക്കുവാൻ അനുവാദമില്ലാത്തൊരു കാലഘട്ടം എന്ന് വേണ്ട നിരവധി ആശയങ്ങളും നിരവധി ക്രൂരമായ നിയമങ്ങളും മനുഷ്യൻ കച്ചവടം ചെയ്യുന്ന കാലഘട്ടം. അങ്ങനെയുള്ള ആ കാലഘട്ടത്തിൽ നിന്ന് നമ്മുടെ ഈ കൊച്ചു കേരളത്തെ മനുഷ്യന് വഴി നടക്കുവാനും മനുഷ്യന് ഉണ്ണുവാനും ഉടുക്കുവാനും വസ്ത്രം ധരിക്കുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യത്തെ നൽകിക്കൊണ്ട് സാംസ്കാരിക, സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഗുരുക്കന്മാരും അന്നൊത്തൊരുമയോടെ നിന്നുകൊണ്ട് കൊച്ചു കേരളത്തെ ഉയർച്ചയുടെ പാന്താവിലേക്ക്, ഭ്രാന്താലയമെന്ന് വിവേകാനന്ദൻ വിളിക്കപ്പെട്ട ഈ കേരളത്തിനൊരു മാറ്റം കൊടുക്കണമെന്നുള്ള ചിന്തയോടെ കൂടിക്കൊണ്ട് പ്രവർത്തനം ആരംഭിച്ചു. അതിന്റെ ഫലമായി നമ്മൾ ഇന്ന് ഉയർച്ചയിലെത്തിയോ? നമ്മുടെ കേരളത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നല്ല ഹോസ്പിറ്റലുകള്, നല്ല റോഡുകള്, നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്, അതുപോലെ തന്നെ നമുക്ക് അഭിമാനിക്കുവാൻ വക ഉള്ളതുപോലെ തന്നെ മെഡിക്കൽ സയൻസുകളില് നമ്മുടെ വളർച്ച, സാമൂഹിക രംഗങ്ങളിൽ നമ്മുടെ വളർച്ച, എന്തിനേറെ അത്യാധുനിക സംഗതികളോട് ഒത്തവണ്ണമുള്ള പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്കൂളുകളൊക്കെ പരിശോധിച്ചാൽ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്, അത്യാധുനിക സംവിധാനങ്ങളോടുള്ള വിദ്യാഭ്യാസം ചെയ്യുവാൻ കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കുകയും പ്രയത്നമാക്കുകയും ചെയ്യുന്ന സംവിധാനങ്ങൾ, അങ്ങനെ എന്ന് വേണ്ട വിവിധ തലങ്ങളിൽ നമ്മൾ ഉയർച്ചയുടെ പാന്താവിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് പറയുവാൻ കഴിയും. കഴിഞ്ഞ ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന് വെളിച്ചം വീശിയ കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അഭിമാനം കൊള്ളുന്നു. നമ്മൾ 100% സാക്ഷരതയുള്ള, വിദ്യാഭ്യാസമുള്ള, സാക്ഷരതയുള്ള നാടായി നമ്മുടെ നാട് മാറി. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വിദ്യാഭ്യാസം ചെയ്യുവാൻ ഒരു വിഭാഗത്തിന് അനുവാദമില്ലാത്ത കാലഘട്ടം മാറി 100% സാക്ഷരതയുള്ള നാടായി നമ്മുടെ നാടിനെ മാറ്റിയെടുത്തു. അങ്ങനെ ഉയർച്ചകൾ നിരത്തിവെക്കുവാൻ നിരവധി കാര്യങ്ങൾ നമുക്കുണ്ട്. എന്നിരുന്നാൽ മറുഭാഗത്ത് നമ്മുടെ വരും തലമുറകൾ അധോഗതിയുടെ അല്ലെങ്കിൽ മൂല്യച്യുതി വന്ന അവസ്ഥയിലേക്ക് താണുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അമിതമായ മയക്കുമരുന്നും അമിതമായ അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം മൂലം അപ്പന് മക്കളെ തിരിച്ചറിയുവാൻ കഴിയാത്ത, മക്കൾക്ക് അപ്പനെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നു. ഇത് നമ്മുടെ സിറ്റവെട്ടുകളിൽ പറന്നു വീഴുന്ന പത്രങ്ങളെടുത്ത് നിവർത്തി വായിച്ചു നോക്കിയാൽ ആർത്തിയോടെ വായിക്കുന്ന ഒരു വായനകർത്താവിന് പറയുവാൻ കഴിയും, നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന സംഭവ വികാസങ്ങളുമാണ്
ഓരോ പത്രത്താളുകളിലും നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിന്റെ തുടക്കമായി നമ്മൾ പ്രഭാതത്തെ കാണുമ്പോൾ ആ പ്രഭാതത്തിൽ നമ്മുടെ കർണപടങ്ങളിൽ കേൾക്കുന്ന വാർത്തകൾ കൊലപാതകങ്ങളുടെയും അക്രമങ്ങളുടെയും പീഡനത്തിന്റെയും അപകടത്തിന്റെയും വാർത്തകൾ നിരനിരയായി നമുക്ക് കാണുവാൻ കഴിയുന്നു. നമ്മൾ ഉയർച്ചയുടെ പാന്താവിൽ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ വിദ്യാഭ്യാസ രംഗങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നു, സാക്ഷരതയിൽ നമ്മൾ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നു എന്നൊക്കെ നമ്മൾ ഘോരഘോരം പ്രസംഗിക്കപ്പെടുമ്പോൾ, മറുഭാഗത്ത് നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ പരിശോധിക്കപ്പെടുമ്പോൾ, TV മാധ്യമങ്ങൾ പരിശോധിക്കപ്പെടുമ്പോൾ, സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ പരിശോധിക്കപ്പെടുമ്പോൾ അവിടെയെല്ലാം ദാരുണമായ അല്ലെങ്കിൽ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന നിലവാരത്തിലുള്ള വാർത്തകളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു കശാപ്പുകാരൻ തന്റെ പുളിമുട്ടത്തിന് മുകളിലേക്ക് ഒരു കോഴിയെ വെച്ചുകൊണ്ട് തുണ്ടമായി വെട്ടിച്ചുറുക്കുന്ന ലാഘവത്തോടെ മനുഷ്യന്റെ കഴുത്ത് വെട്ടുന്ന ഒരു സമൂഹം നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ പിഞ്ചോമനെ കടൽ ഭിത്തിയിൽ വലിച്ചെറിഞ്ഞു കൊല്ലുന്ന അമ്മമാരുടെ നാടായി നമ്മുടെ നാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ സ്വന്തം പിതാവ് സ്വന്തം മകനെ നിഷ്ഠൂരമായി ഒലക്കി കടിച്ചു കൊല്ലുന്ന ഒരു കാലമായി നമ്മുടെ കാലം മാറിയിരിക്കുന്നു. സ്വന്തം കയ്യിലുള്ള വാഹനം കൊണ്ട് മറ്റവനെ ഇടിച്ചു തെറിപ്പിച്ച് നിർത്താതെ പോകുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ നാട് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതൊന്നും വേറെ ഒരു രാജ്യത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ വിദ്യാഭ്യാസത്തിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്നു എന്ന് അഭിമാനിക്കപ്പെടുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് ഞാൻ 1, 2, 3 എന്ന നിലവാരത്തിൽ നിർത്തിവെച്ചിരിക്കുന്നത്. എന്തിനേറെ പറയുന്നു, കൈവെട്ടുന്നതിന് എത്ര, കാല് വെട്ടുന്നതിന് എത്ര, മനുഷ്യന്റെ തലയറക്കുന്നതിന് എത്ര എന്ന് പറഞ്ഞ് വിലപേശിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം, മനുഷ്യനെ കൊന്നുകളയുവാൻ മനസ്സാക്ഷിയില്ലാത്തൊരു സമൂഹം. അതുപോലെ തന്നെ കൂട്ടുകാരനുമൊത്ത് തോളത്ത് കൈയിട്ട് ഒന്നിച്ച് കളിച്ച് ഒന്നിച്ച് മുമ്പോട്ട് നീങ്ങിയിരുന്ന ആ സന്ദർഭത്തിൽ 5 പൈസയ്ക്ക് അല്ലെങ്കിൽ 50 പൈസയ്ക്ക് വിലപേശിക്കൊണ്ട് രണ്ടുപേരും തമ്മിത്തല്ലി കൂട്ടുകാരനെ തല്ലിക്കൊല്ലുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഈ കൊച്ചുനാട് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എന്തിനേറെ പറയുവാൻ, നിരത്തിവെക്കുവാൻ നിരവധി കാര്യങ്ങളുണ്ട്. ഇതിന്റെയെല്ലാം പിൻപിലെ രഹസ്യം എന്താണ്? ഇതിന്റെയെല്ലാം കാരണം എന്താണ്? നമ്മളുടെ പോലീസ് സംവിധാനങ്ങളില്ലാഞ്ഞിട്ടാണോ? നിയമവാഴ്ചകളില്ലാഞ്ഞിട്ടാണോ? ബഹുമാനപ്പെട്ട കോടതികൾ ഉത്തരവുകൾ പ്രകടിപ്പിക്കാഞ്ഞിട്ടാണോ? പുറപ്പെടുവിക്കാഞ്ഞിട്ടാണോ? ഇതെല്ലാം ഉണ്ട്. പോലീസ് സംവിധാനങ്ങളുണ്ട്, കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുവാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇവയെല്ലാം നിലനിൽക്കപ്പെടുമ്പോൾ മറുഭാഗത്ത് എന്തുകൊണ്ടെങ്കിലും നടക്കുന്നു? വിദ്യാഭ്യാസമില്ലാഞ്ഞിട്ടാണോ? നല്ല മതപാഠശാലകളില്ലാഞ്ഞിട്ടാണോ? അതോ നല്ല വിദ്യാഭ്യാസ സംവിധാനങ്ങളില്ലാഞ്ഞിട്ടാണോ? അക്ഷര അഭ്യാസമില്ലാഞ്ഞിട്ടാണോ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടപ്പെടുന്നത്? ഇതിന്റെ എല്ലാം പിമ്പിലെ രഹസ്യം വിശുദ്ധ ബൈബിൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരേ ഒരു കാര്യം, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനായി തീർന്നു എന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. എന്തേ? മാനത്തോടിരിക്കുന്ന മനുഷ്യൻ, വിദ്യാഭ്യാസം കൊണ്ട് ഉയരങ്ങൾ കീഴടക്കിയ മനുഷ്യൻ, ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ നൈപുണ്യം പ്രാപിച്ച മനുഷ്യൻ, ലോക ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിലൊക്കെ ഉയർച്ച പ്രാപിച്ച മനുഷ്യൻ, അങ്ങനെയുള്ള വിദ്യാഭ്യാസം കൊണ്ട് അറിവ് കൊണ്ട് ഉന്നതി പ്രാപിക്കപ്പെട്ട മനുഷ്യൻ, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകം നഷ്ടപ്പെട്ടപ്പോൾ ഇതിലെ നടക്കുന്ന നാൽക്കാലി മൃഗം പോലും ചെയ്യുവാൻ അറയ്ക്കുന്ന പ്രവർത്തികൾ കടിമകളായി തീർന്നിരിക്കുന്നു എന്നുള്ള സത്യം നാം മറന്നു പോകരുത്. ഉയരങ്ങൾ കീഴടക്കിയ ഈ മനുഷ്യൻ വിവേകം നഷ്ടപ്പെട്ടപ്പോൾ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്, ഓരോ ദിവസവും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആ മാനത്തോടിരിക്കുന്ന മനുഷ്യന്റെ വിവേകം നഷ്ടപ്പെട്ടപ്പോൾ അവൻ ഇതിലെ പോകുന്ന നശിച്ചു പോകുന്ന മൃഗതുല്യനായി തീർന്നിരിക്കുന്നു എന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. മനുഷ്യന്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തുവാൻ, മനുഷ്യന്റെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ നിയമങ്ങൾ കൊണ്ടാടി, നിയമങ്ങൾ മാറ്റി എഴുതി നോക്കി, പോലീസ് സംവിധാനങ്ങൾ വിപുലീകരിക്കുവാൻ നോക്കി. എന്നിട്ടെങ്ങും മനുഷ്യന്റെ സ്വഭാവത്തിന് മാറ്റം വരുന്നില്ല. വണ്ടിയുടെ കളർ മാറ്റി നോക്കുന്നു, അവിടെ മറ്റു കാര്യങ്ങൾ മാറ്റി നോക്കുന്നു, എന്നിട്ടെങ്ങും മനുഷ്യന്റെ സ്വഭാവത്തിന് മാറ്റം വരുന്നില്ല. എല്ലാ നിയമങ്ങളും നിയമവാഴ്ചകളും ഒക്കെ നിരനിരയായി നിൽക്കപ്പെടുമ്പോൾ മനുഷ്യൻ അധപ്പതനത്തിലേക്ക് മൃഗതുല്യനായി തീർന്നിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തണം. ബൈബിൾ പറഞ്ഞത് ഞാൻ ഇങ്ങനെ പ്രകാരം വീണ്ടും ഒരുവിടുന്നു. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ, മറ്റുള്ള ഗോളങ്ങളെ കുറിച്ച് പഠിക്കുവാൻ മറ്റുള്ള ഗോളങ്ങളിൽ പോയി കല്ലും മണ്ണും വാരി പരിശോധിച്ച മനുഷ്യൻ, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ, പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ മനുഷ്യൻ, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ, വിവേകം നഷ്ടപ്പെട്ടു പോയി. ഇതിനെല്ലാം മൂലകാരണം അന്വേഷിച്ച് നമ്മൾ വരുതിയാൽ ഒരേ ഒരു കാരണം ബൈബിൾ ഓർമ്മപ്പെടുത്തുന്നു. മനുഷ്യന്റെ പാപം, മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന മനുഷ്യൻ അറിയാതെ മനുഷ്യന്റെ ഉള്ളിലേക്ക് കടന്നുകൂടിയ
പാപത്തിന്റെ സ്വഭാവമാണ് മനുഷ്യനെ ഇങ്ങനെ നീചമായ പ്രവർത്തനങ്ങൾക്ക് കാരണഭൂതനാക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. മനുഷ്യന്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന പാപമാണ് മനുഷ്യന്റെ അധാർമിക പ്രവർത്തനങ്ങൾക്ക് കാരണമായി തീർന്നിരിക്കുന്നു എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് മാറ്റം വരേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്കല്ല, നമുക്ക് മാറ്റം വരേണ്ടത് എഴുതി ചേർക്കപ്പെട്ട നിയമാവലികൾക്കല്ല, നമുക്ക് മാറ്റം വരേണ്ടത് നമ്മുടെ ഉള്ളിൽ കുടികൊണ്ട പാപത്തിന്റെ സ്വഭാവത്തിനാണ് നമുക്ക് മാറ്റം വരേണ്ടത്. ഇവിടെ പാപത്തിന്റെ സ്വഭാവത്തെ പിടിച്ചു കെട്ടുവാൻ ഇഹലോകത്തിൽ ഏതെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ പ്രസംഗം അവസാനിപ്പിച്ച് ഞങ്ങൾ മാറിയിരിക്കാം. പക്ഷേ ഇന്നയോളം കടന്നുകൂടിയ ഒരു സംവിധാനത്തിനും ഈ ഉലകത്തിലേക്ക് കടന്നു വന്ന ഒരു സംവിധാനത്തിനും മനുഷ്യന്റെ ഉള്ളിൽ കുടികൊണ്ട പാപത്തെ പിടിച്ചു കെട്ടുവാൻ, പാപത്തിന് ചികിത്സ നൽകുവാൻ കഴിയാതിരിക്കപ്പെടുമ്പോൾ ഒരുവൻ ഇങ്ങനെ പറഞ്ഞു, നിന്റെ പാപം എത്ര കടും ചുമപ്പായിരുന്നാലും ഞാൻ അതിനെ ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് ആർജവത്തോടെ ലോകത്തെ നോക്കി പ്രഖ്യാപിച്ച ഒരേ ഒരു നേതാവ് അത് ഞങ്ങൾ ഉയർത്തിക്കാട്ടുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമയത്ത് ഇവിടെ നിന്ന് ഊർജ്ജതയോടെ ചോരയ്ക്ക് ചൂടുള്ള പ്രായത്തിൽ ഞങ്ങൾ ഉയർത്തിക്കാട്ടുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ മനുഷ്യകുലത്തിന്റെ പാപത്തിന് പരിഹാരം നേടുവാൻ കഴിയുകയില്ല എന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നാടിനും നാട്ടുകാർക്കും വീടിനും വീട്ടുകാർക്കും തലവേദനയായി നടന്നിരുന്ന ഒരു കാലഘട്ടം ഞങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെയുള്ള ദുർസ്വഭാവങ്ങളിൽ നിന്ന്, അങ്ങനെയുള്ള അടിമ സ്വഭാവങ്ങളിൽ നിന്ന് ഞങ്ങളെ മാറ്റിമറിച്ചത് ഇവിടുത്തെ ഇസങ്ങളല്ല, ഇവിടുത്തെ തത്വചിന്തകളല്ല, ഇവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങളല്ല ഞങ്ങളെ മാറ്റിയത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദിവ്യ സ്നേഹം ഹൃദയത്തിന്റെ ഉള്ളറയിലേക്ക് വന്നപ്പോൾ ഞങ്ങളെ മാറ്റിമറിച്ചു. ഇന്ന് നാടിന് കൊള്ളാവുന്നവനായി, നാട്ടുകാർക്ക് കൊള്ളാവുന്നവനായി, വീടിന് കൊള്ളാവുന്നവനായി ഞങ്ങളെ മാറ്റി എഴുതിയത് ഇവിടുത്തെ ഇസങ്ങളോ തത്വചിന്തകളോ ആചാരാനുഷ്ഠാനങ്ങളോ അല്ല എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഞങ്ങളെ മാറ്റിയത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദിവ്യ സ്നേഹമാണ് ഞങ്ങളെ മാറ്റിമറിച്ചത്. ആ യേശു ക്രിസ്തുവിന്റെ ദിവ്യ സ്നേഹം ഇവിടെ എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാർ, ഇവിടെ എത്രയോ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, ഇവിടെ എത്രയോ രാജാക്കന്മാർ, ഇവിടെ എത്രയോ പ്രഭുക്കന്മാർ വാണരുളിയ മണ്ണാണ് നമ്മുടെ മണ്ണ്. അവരാരും പ്രഖ്യാപിക്കാൻ തന്റെ ഇടമില്ലാതെ പോയ പ്രഖ്യാപനം യേശു ക്രിസ്തു ലോകത്തെ നോക്കി പ്രഖ്യാപിച്ചു. നിന്റെ പാപം എത്ര കടും ചുമപ്പായിരുന്നാലും ഞാനതിനെ ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് യേശു ക്രിസ്തു ലോകത്തെ നോക്കി പ്രഖ്യാപിച്ചു. അതുകൊണ്ടത്രേ ഞങ്ങളും ഈ ഉറക്കെ പ്രഖ്യാപിക്കപ്പെടുന്നത് യേശു ക്രിസ്തു മാത്രം രക്ഷകൻ, യേശു ക്രിസ്തു മാത്രം രാജാതി രാജാവ്. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക ദേശമേ. യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ മാനവകുലത്തിന് രക്ഷയില്ല. രക്ഷപ്പെടുവാൻ ഒരേ ഒരു വഴി, ഒരേ ഒരു മാർഗം, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാർഗം, സുവിശേഷത്തിന്റെ മാർഗം. ആ സുവിശേഷത്തിന്റെ മാർഗത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ പാപമംഗുലമായ ജീവിത സാഹചര്യം മാറി സമാധാനവും സ്വസ്ഥതയും സന്തോഷവും ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയും. അങ്ങനെയുള്ള ആ സന്തോഷത്തിനത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. എന്താണ് ചെയ്യേണ്ടത്? യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? നേർച്ചകൾ വേണ്ട, കാഴ്ചകൾ വേണ്ട, പണമുടക്കുകളില്ല, വഴിപാടുകളില്ല, മറ്റൊന്നുമില്ല. നീ ആരായിരുന്നാലും നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട്, നീ ഏത് കുലത്തിൽപ്പെട്ടവനോ സംഘടനയിൽപ്പെട്ടവനോ ഏത് സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവനോ ആയിക്കൊള്ളട്ടെ, നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറയും, യേശുവേ എന്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങ് മരിച്ചു എന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. അത് വായ്കൊണ്ട് ഏറ്റുപറഞ്ഞ് യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കപ്പെടുമ്പോൾ ഹൃദയത്തിന്റെ ഉള്ളിലെ സമാധാനവും സന്തോഷവും യേശു ക്രിസ്തു നിങ്ങൾക്ക് തന്ന് നല്ല ജീവിതം നയിക്കുവാൻ, നല്ല നാളേക്കായി ഒരുങ്ങുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് നീങ്ങാം. യേശു ക്രിസ്തു വരാറായി. യേശു ക്രിസ്തു രാജാതി രാജാവും കർത്താതി കർത്താവുമായവൻ നമ്മെ ചേർപ്പാൻ വേഗം വരുന്നു എന്നുള്ള സന്ദേശം കൂടെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവം ഈ നാടിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. കേട്ട സാക്ഷ്യവും വാക്കുകൾക്കും നമ്മുടെ മുൻപിൽ നിർത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കൃപാലുവായ ദൈവമേ, നല്ലവനായ സ്വർഗ്ഗീയ പിതാവേ, എന്റെ ദൈവമായ കർത്താവേ, ഈ ദേശത്ത് വന്ന് കാൽ കുത്തുവാനും എന്റെ കർത്താവായ നിന്റെ ഭൃത്യനെ എന്റെ കർത്താവായ ദൈവമേ ശക്തീകരിച്ചതിനുമായി സ്തോത്രം ചെയ്യുന്നു. എന്റെ ദൈവമായ കർത്താവേ, ഈ വചനം ദൈവമായ കർത്താവേ ഈ ദേശത്ത് ഒരു സാക്ഷിയായി നിൽക്കുവാൻ എന്റെ ദൈവമേ അതിനിടയാകട്ടെ. കേട്ടവര് ദൈവമായ കർത്താവെ, ബിസിനസ് രംഗത്തുള്ളവര്, ദൈവമായ കർത്താവ് വാഹനം ഓടിക്കുന്നവര്, ദൈവമായ കർത്താവ് ഈ കേൾവിക്കാരെല്ലാവരും എന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹീതമായി തീരുവാൻ അനുഗ്രഹിക്കണമേ.
ദൈവമായ കർത്താവ് ഈ ദേശത്തെ തൃക്കരങ്ങൾ തരുന്നു. അന്ധകാര ശക്തികൾ, വാഴ്ചകൾ, അധികാരങ്ങൾ, ഇതിന്റെ എല്ലാം അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു. ദൈവത്തിന്റെ ജനത്തെ വിട്ടയക്കുവാൻ ദൈവമായ കർത്താവെ പൈശാചിക ശക്തിയോട് ഞങ്ങൾ ആജ്ഞാപിക്കുകയാണ്. എന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിച്ചതായ സ്തോത്രം എല്ലാം ജീവൻ മുടിഞ്ഞവൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഞാൻ എടുക്കാം.